ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വപ്ന ഗോപിനാഥ് എഴുതിയ വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്ന എസ്സേയുടെ മലയാളം സമ്മറിയാണ്. സാഹിത്യം എന്ന വാക്ക് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിറ്റികളെ സ്വാധീനിച്ച വാക്കാലുള്ളതും എഴുതപ്പെട്ടതുമായ കൃതികളുടെ മഹത്തായ ശേഖരത്തെ സൂചിപ്പിക്കുന്നു. യക്ഷികഥകൾ, നാടോടിക്കഥകൾ, ആഖ്യാനങ്ങൾ, ദാർശനിക കവിതകൾ, നവമാധ്യമങ്ങളിലെ സർഗാത്മക രചനകൾ, അതുപോലെ തന്നെ ഏറ്റവും പഴയ ഇതിഹാസ കഥകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ അനുഭവങ്ങളിൽ നിന്നാണ് സാഹിത്യം ഉടലെടുക്കുന്നത്. ഒരു വ്യക്തി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അന്വേഷിക്കുന്നതിൻ്റെ ഫലവുമാകാം. ആളുകളുമായും ലോകവുമായുള്ള അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഇടപെടലിൻ്റെ ഫലവുമാകാം. ലോകമെമ്പാടുമുള്ള മനുഷ്യരും അല്ലാത്തവരുമായ സമൂഹങ്ങളിൽ ജീവിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുക കൂടിയാണിത്. സാഹിത്യത്തെ സർവാത്മകമായ എന്തും ഭാവനാത്മകമായ മനസ്സിൻ്റെ ഉൽപ്പന്നമായ എന്തും നൂതനവും ആകർഷവുമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്ന എന്തും എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാം. സാഹിത്യത്തെ വ്യത്യസ്ത വ്യക്തികൾ പലതരത്തിൽ നിർവചിച്ചിട്ടുണ്ട്. ഡിക്ഷണറി നിർവചനത്തിൽ അതിനെ ലിഖിത കൃതികളുടെ ശരീരം അല്ലെങ്കിൽ ബോഡി ഓഫ് റിട്ടേൺ വർക്ക്സ് എന്നാണ് പറയുന്നത്. വിക്കിപീഡിയയിൽ ഇത് കുറച്ച് കലാപരമോ ഭൗതികമോ ആയ മൂല്യമുള്ള ലിഖിത സൃഷ്ടികളുടെ ബോഡി അല്ലെങ്കിൽ ശരീരം എന്നാണ് പറയുന്നത്. എല്ലാ ഡെഫിനിഷൻസും വിരൽ ചൂണ്ടുന്നത് സാഹിത്യം എന്ന വിശാലമായ പദത്തിന് കീഴിലുള്ള വിഭാഗങ്ങളുടെ വൈവിധ്യത്തെയാണ്. സാഹിത്യം എന്ന പദം വായനക്കാരനും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ധാരണകളും ദർശനവും ജീവിത തത്വശാസ്ത്രവും അനുസരിച്ച് ഉയരത്തിൽ വളരുകയും വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്യും. യുവൻ ഹരാരിയുടെ അഭിപ്രായത്തിൽ മനുഷ്യരാശിയുടെ പരിണാമത്തിൽ സാഹിത്യത്തിന് വലിയ പങ്കുണ്ട്. കമ്മ്യൂണിറ്റികളെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം വികസിച്ചത് ഒരു പങ്കിട്ട ഭാഷയിലൂടെ മാത്രമല്ല, പങ്കിട്ട ഫിക്ഷനിലൂടെയുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഭാവനയുടെ ഉപയോഗത്തിലൂടെയുമാണ്. എല്ലാ സമൂഹങ്ങളിലും ലിറ്ററേച്ചറിന് നൽകുന്ന പ്രാധാന്യത്തെ ഇത് ന്യായീകരിക്കുന്നു. സാഹിത്യ വായന ആനന്ദകരമായ ഒരു പ്രവൃത്തിയാണ്. സാഹിത്യത്തെ നന്നായി ആസ്വദിക്കാൻ വിവിധ തരത്തിലുള്ള ടൂൾസും മെത്തഡോളജീസും ഉപയോഗിക്കാം. കണ്ടന്റും ഫോമും അല്ലെങ്കിൽ ഉള്ളടക്കവും രൂപവും ഇവ രണ്ടും ലിറ്ററേച്ചറിന് വളരെ പ്രധാനമാണ്. കണ്ടന്റ് വായനക്കാരിൽ വികാരങ്ങളെയും അഭിനിവേശങ്ങളെയും ഉണർത്തുന്നു. ഫോം അല്ലെങ്കിൽ രൂപം ഈസ്തെറ്റിക് പ്ലഷർ അല്ലെങ്കിൽ സൗന്ദര്യാത്മക ആനന്ദം നൽകുന്നു. ഇമേജറീസ് ആൻഡ് മെറ്റഫേഴ്സ്, ഡിക്ഷൻ, തീം തുടങ്ങിയ ഫിഗർ ഓഫ് സ്പീച്ച് എല്ലാം ചേർന്ന് ഒരുമിച്ച സൃഷ്ടിയാണിത്. സാഹിത്യത്തിൻ്റെ ആകർഷണം കലയുടെ സാർവത്രികതയെ അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി ഓഫ് ആർട്ടിനെ ചുറ്റിപ്പറ്റിയുള്ളവയാണ്. സാഹിത്യം വായിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും പുരോഗമിക്കുമ്പോൾ വരികൾക്കിടയിൽ വായിക്കാനും വിടവുകളിലൂടെയും നിശബ്ദതയിലൂടെയും അതായത് ഗ്യാപ്സ് ആൻഡ് സൈലൻസസ് സൂക്ഷ്മതകൾ മനസ്സിലാക്കാനും വാചകത്തിൻ്റെയും അതിൻ്റെ വ്യക്തമായ അർത്ഥതലങ്ങളെയും മനസ്സിലാക്കാനും ഒരാൾ പഠിക്കുന്നു. ഒരു വാചകം വായിക്കുമ്പോൾ വായനക്കാരൻ സജീവ പങ്കാളിയായി മാറുന്നു. അവൻ അല്ലെങ്കിൽ അവൾ ഒരു അന്വേഷണാത്മക മനസ്സോടെയാണ് പാഠം ആരംഭിക്കുന്നത്. അതിൽ പല അർത്ഥതലങ്ങളും കണ്ടെത്താൻ കഴിയും. ഇത് നമ്മെ സാഹിത്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയിലേക്ക് കൊണ്ടുവരുന്നു. സാഹിത്യം വായനക്കാരിൽ നിന്ന് ഒരു സൃഷ്ടിപരമായ പ്രതികരണം ആവശ്യപ്പെടുകയും ഉണർത്തുകയും ചെയ്യുന്നു. സാഹിത്യത്തെ മനസ്സിലാക്കുന്നതിന് നിരവധി തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സമീപനമാണ് കൾച്ചറൽ സ്റ്റഡീസ്. സാഹിത്യത്തെ ഇപ്പോൾ ഒരു സാംസ്കാരിക ഗ്രന്ഥമായോ സാംസ്കാരിക പ്രയോഗമായോ ആണ് സമീപിക്കുന്നത്. ഇത് ഇപ്പോൾ നിരവധി സമൂഹ ഘടനകളെയും അധികാര ചലനാത്മകതയെയും ഉൾക്കൊള്ളുന്നതായി കാണപ്പെടുന്നു. സാഹിത്യ വായന ഒരാളെ ഈസ്തെറ്റിക് സെൻസിബിലിറ്റീസ് വികസിപ്പിക്കാനും ഒരു മനുഷ്യനായി പരിണമിക്കാനും സഹായിക്കും. അത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വയം ധാരണകളെ രൂപപ്പെടുത്തുകയും അവരുടെ സാമൂഹിക ഐഡൻറ്റിറ്റിയിൽ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്വപ്ന ഗോപിനാഥിൻ്റെ വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്ന എസ്സേയുടെ ചുരുക്കം മലയാളം സമ്മറി. താങ്ക് യു.